പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നോക്കിയ തിങ്കൾ, നാളെ ചൊവ്വ 19-20 ആങ്ങണ്ടിയൂര് അച്ഛൻ്റെ ഇടവകയിൽ പെരുന്നാളാണ്. നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പുറപ്പാട് പുസ്തകം 33:14. അവിടെ മോശ, നമുക്കറിയാം, ലീഡറാണല്ലേ. മോശ ശരിക്കും മടുത്തു പോകണം. അതായത് ദൈവം ഈ ദിവസങ്ങൾ എങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകുക, വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മുന്നോട്ട് നോക്കുമ്പോൾ എങ്ങനെയാണിത് ഈ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ ജീവിതത്തിലും പ്രിയ സഹോദരങ്ങളെ, ദൈവം പലവിധങ്ങളായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു. എന്നാൽ ഇത് എങ്ങനെ മുന്നോട്ട് പോകണം നമുക്ക് അറിയില്ല. പ്രിയ സഹോദരങ്ങളെ, മോശ എന്താ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അതിന് പറയാണ്, കർത്താവ് പറഞ്ഞു, മോശ ദൈവമായ കർത്താവേ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അറിയില്ലല്ലോ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. നമ്മളുടെ അവസ്ഥ 119 സങ്കീർത്തനം 26 പറയുന്നില്ലേ, ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമാരുള്ളൂ അല്ലേ. എന്താണ് നമ്മുടെ അവസ്ഥ? കുടുംബത്തിലായിരിക്കാം, തൊഴിൽ മേഖലയിലായിരിക്കാം, മക്കളുടെ ജീവിതത്തിലായിരിക്കാം, ചില വൈകൃതങ്ങളായിരിക്കാം, ചില അഡിക്ഷൻസ് ആയിരിക്കാം. നമ്മൾ കർത്താവിനോട് പറയാം, കർത്താവ് എനിക്ക് പറ്റുന്നില്ലല്ലോ. അപ്പൊ ഈശോ മോശയോടെന്ന പോലെ പറയും, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ഇതിനേക്കാൾ വലിയൊരു ആശ്വാസം വേറെ ആരിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക? ഈ ആശ്വാസത്തെ പലപ്പോഴും നമ്മൾ വേണ്ടാന്ന് വെക്കുന്നതാണ് നമ്മുടെ തകർച്ചയുടെ മൂല കാരണം. ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു തിരുനാൾ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ആത്മീയമായി നേടി എല്ലാ കൃപകളും നഷ്ടപ്പെടുത്തുന്ന ദൈവമക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനുവരി ഫെബ്രുവരി മാസമാണ് തിരുനാളുകൾ. നമുക്ക് ഒരുപാട് കൂടി കൃപയിൽ ആഴപ്പെടാനുള്ള അവസരങ്ങളാണ്. അതുകൊണ്ടാണ് ഈ വിശുദ്ധരുടെയൊക്കെ തിരുസ്വരൂപങ്ങൾ കൊണ്ടുപോകുമ്പോൾ ലോകത്തിൽ നമ്മുടേക്കാൾ അതിഗൗരവമായ വിധത്തിൽ പ്രതികൂലങ്ങൾ നേരിട്ടവരായിരുന്നു അവർ വിശുദ്ധര്. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, അവർ ഈശോയോട് ചേർന്ന് നിന്നപ്പോൾ എന്താ, ഈ പ്രതികൂലങ്ങളൊക്കെ അതിജീവിക്കാൻ വേണ്ട കരുത്ത് ഈശോ അവർക്ക് നൽകി. അതാണ് വചനം പറയുന്നത്, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പൊ നമ്മുടെ കൂടെ വരാൻ, ആശ്വാസം നൽകാൻ കൽപ്പുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നില്ല എന്നതാണ് നമ്മുടെ തകർച്ചയുടെ മൂലകാരണം. ദൈവമേ, യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങേ നിരന്തരം ക്ഷണിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് തരണമേ. വിശുദ്ധമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.